ഇരമ്യാവ് അധ്യായം 28. ആ ആണ്ടിൽ യഹൂദ രാജാവായ സിദക്കിയാവിൻ്റെ വാഴ്ചയുടെ ആരംഭത്തിങ്കൽ 4-ാം ആണ്ടിൽ 5-ാം മാസത്തിൽ ഗിബയോന്യനായ അസൂരിൻ്റെ മകൻ ഹനന്യാ പ്രവാചകൻ യഹോവയുടെ ആലയത്തിൽ പുരോഹിതന്മാരുടെയും സർവ്വജനത്തിൻ്റെയും മുമ്പിൽ വച്ച് എന്നോട് പറഞ്ഞതെന്തെന്നാൽ, ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ഞാൻ ബാബേൽ രാജാവിൻ്റെ നുകം ഒടിച്ചു കളയുന്നു. ബാബേൽ രാജാവായ നെബൂഖദ്നേസർ ഈ സ്ഥലത്തു നിന്നെടുത്ത് ബാബേലിലേക്ക് കൊണ്ടുപോയിരിക്കുന്ന യഹോവയുടെ ആലയം വക ഉപകരണങ്ങളെയൊക്കെയും ഞാൻ 2 സംവത്സരത്തിനകം ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തും. യഹോയാക്കീമിൻ്റെ മകനായി യഹൂദ രാജാവായ യഹോന്യാവെയും ബാബേലിലേക്ക് പോയ സകല യഹൂദ ബദ്ധന്മാരെയും ഞാൻ ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തും. ഞാൻ ബാബേൽ രാജാവിൻ്റെ നുകം ഒടിച്ചു കളയുമെന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പോൾ ഇരമ്യാ പ്രവാചകൻ പുരോഹിതന്മാരും യഹോവയുടെ ആലയത്തിൽ നിൽക്കുന്ന സകല ജനവും കേൾക്കെ ഹനന്യാ പ്രവാചകനോട് പറഞ്ഞത്: ആമേൻ, യഹോവ അങ്ങനെ ചെയ്യുമാറാകട്ടെ. യഹോവയുടെ ആലയം വക ഉപകരണങ്ങളെയും സകല ബദ്ധന്മാരെയും അവൻ ബാബേലിൽ നിന്ന് ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തുമെന്ന് നീ പ്രവചിച്ച വാക്കുകളെ യഹോവ നിവർത്തിക്കുമാറാകട്ടെ. എങ്കിലും ഞാൻ നിന്നോടും സകല ജനത്തോടും പറയുന്ന ഈ വചനം കേട്ടുകൊള്ളുക. എനിക്കും നിനക്കും മുമ്പ് പണ്ടേ ഉണ്ടായിരുന്ന പ്രവാചകന്മാർ അനേകം ദേശങ്ങൾക്കും വലിയ രാജ്യങ്ങൾക്കും വിരോധമായി യുദ്ധവും അനർത്ഥവും മഹാമാരിയും പ്രവചിച്ചു. സമാധാനം പ്രവചിക്കുന്ന പ്രവാചകനോ അവൻ്റെ വചനം നിവൃത്തിയാകുമ്പോൾ അവൻ സത്യമായിട്ട് യഹോവ അയച്ച പ്രവാചകൻ എന്ന് തെളിയുമെന്ന് ഇരമ്യാ പ്രവാചകൻ പറഞ്ഞു. അപ്പോൾ ഹനന്യാ പ്രവാചകൻ ഇരമ്യാ പ്രവാചകന്റെ കഴുത്തിൽ നിന്ന് ആ നുകമെടുത്ത് ഒടിച്ചു കളഞ്ഞിട്ട് സകല ജനവും കേൾക്കെ, ഇങ്ങനെ ഞാൻ 2 സംവത്സരത്തിനകം ബാബേൽ രാജാവായ നെബൂഖദ്നേസറിന്റെ നുകം സകല ജാതികളുടെയും കഴുത്തിൽ നിന്ന് എടുത്ത് ഒടിച്ചു കളയുമെന്ന് യഹോവ അരുളിച്ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഇരമ്യാ പ്രവാചകനോ തൻ്റെ വഴിക്ക് പോയി. ഹനന്യാ പ്രവാചകൻ ഇരമ്യാ പ്രവാചകന്റെ കഴുത്തിൽ നിന്ന് നുകമെടുത്ത് ഒടിച്ചു കളഞ്ഞ ശേഷം ഇരമ്യാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ, നീ ചെന്ന് ഹനന്യാവോട് പറയേണ്ടത്, യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: നീ മരം കൊണ്ടുള്ള നുകം ഒടിച്ചു കളഞ്ഞു. അതിനു പകരം നീ ഇരുമ്പ് കൊണ്ടുള്ളൊരു നുകം ഉണ്ടാക്കിയിരിക്കുന്നു. എങ്ങനെയെന്നാൽ, ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ബാബേൽ രാജാവായ നെബൂഖദ്നേസറിനെ സേവിക്കേണ്ടതിന് ഇരുമ്പ് കൊണ്ടുള്ളൊരു നുകം ഞാൻ ഈ സകല ജാതികളുടെയും കഴുത്തിൽ വച്ചിരിക്കുന്നു. അവർ അവനെ സേവിക്കേണ്ടി വരും. വയലിലെ മൃഗങ്ങളെയും ഞാൻ അവന് കൊടുത്തിരിക്കുന്നു. പിന്നെ ഇരമ്യാ പ്രവാചകൻ ഹനന്യാ പ്രവാചകനോട്, ഹനന്യാവേ, കേൾക്ക, യഹോവ നിന്നെ അയച്ചിട്ടില്ല. നീ ഈ ജനത്തെ ഭോഷ്കിൽ ആശ്രയിക്കുമാറാക്കുന്നു. അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ഞാൻ നിന്നെ ഭൂതലത്തിൽ നിന്ന് നീക്കിക്കളയും. ഈ ആണ്ടിൽ നീ മരിക്കും. നീ യഹോവയ്ക്ക് വിരോധമായി മത്സരം സംസാരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഹനന്യാ പ്രവാചകൻ ആ ആണ്ടിൽ തന്നെ 7-ാം മാസത്തിൽ മരിച്ചു.